ഇപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട CK വിനീതിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ആള് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ആള് പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ ബോയ്ക്കോട്ട്, അതായത് ഗാലറി തന്നെ ബഹിഷ്കരിക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഫാൻസ് പോകുന്നത് അത്ര ശരിയായ ഒരു നടപടി അല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടമായ മഞ്ഞപ്പട ആവട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ആവട്ടെ, അതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് കോർണർ ആവട്ടെ, എല്ലാവരും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു റൈറ്റ് ഡിസിഷൻ തന്നെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് നമ്മൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ടീമിനെതിരെയോ ടീമിലെ പ്ലേയേഴ്സിനെതിരെയോ മാനേജർമാർക്കെതിരെയോ ഒന്നുമല്ല. നമ്മൾ ചെയ്യുന്നത് മാനേജ്മെന്റിനെതിരെയാണ്. സോ കളിയുടേതോ അല്ലെങ്കിൽ കളിയിലെ കുഴപ്പങ്ങളോ ഇതൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഈ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇന്നലെ പൊട്ടിമുളച്ച് ഉണ്ടായ ഒരു സാധനമല്ല. നമ്മൾക്ക് വർഷങ്ങളായിട്ട് നമ്മൾ മാനേജ്മെന്റിനോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കുറെ വർഷങ്ങളായിട്ട് മാനേജ്മെന്റ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ സോ നമ്മൾ നിരന്തരം അതിനെതിരെ പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട്, പല മീറ്റിങ്ങുകൾ വെച്ചിട്ടുണ്ട്, അതിൽ സംസാരിച്ചിട്ടുണ്ട്. സോ നമുക്ക് വേണ്ട ഒരു കാര്യങ്ങളും വർഷങ്ങളായിട്ട് ഇവിടെ മാനേജ്മെന്റ് ചെയ്യുന്നില്ല. സോ അവർക്ക് അറിയാം എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും അവര് വരും, കളി കാണും, ചാൻറ്റ് ചെയ്യും, ഗാലറി ഫില്ല് ചെയ്യും എന്നൊക്കെ ഉള്ളത് അവർക്ക് അറിയാം. സോ അതിന്റെ അഹങ്കാരം എന്തായാലും നമ്മുടെ മാനേജ്മെന്റിന് വൃത്തിക്കുണ്ട്. അപ്പോ അതൊന്ന് കുറയ്ക്കണ്ടേ? അപ്പൊ കുറയ്ക്കണമെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ വേ. എന്നെ സംബന്ധിച്ച് പറയാലോ, ഇത് മാത്രമല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ആദ്യം മുതൽ, അതായത് മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഈ ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് നമ്മൾ ഫേസ്ബുക്കിലും ഒക്കെ മറ്റേ ഇങ്ങനെ ഒരു റൈറ്റ് ചെയ്തിടുമല്ലോ, റൈറ്റ് യുവർ മൈൻഡോ അങ്ങനെ എന്തോ സംഭവമായിരുന്നല്ലോ, ഒരു കോളൊക്കെ വന്നിട്ട് സ്റ്റാറ്റസ് എഴുതിയിടുക എന്ന് പറയും. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ ഞാനിങ്ങനെ എഴുതിയിടുന്ന സമയത്ത് അതിന്റെ താഴെയൊക്കെ വന്നിട്ട് പ്രമുഖരായിട്ടുള്ള പലരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഫുട്ബോൾ പ്രൊഫഷണൽ ഫുട്ബോൾ ആണ്, പ്ലേയേഴ്സ് വരും പോകും, അതൊക്കെ അങ്ങനെയാണ്. സോ നമ്മൾ പ്രൊഫഷണലായി ചിന്തിക്കുക, ഫാൻസും അങ്ങനെ തന്നെ ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനും വിചാരിച്ചു ശരിയാണ്, അങ്ങനെയാണ്. ഓക്കെ, ഞാനും പലപ്പോഴും പറയാറുണ്ട് പ്ലേയേഴ്സ് വരും പോകും, മാനേജേഴ്സ് വരും പോകും എന്നൊക്കെയുള്ള സാധനം ഞാനും പറയാറുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളന്ന് അതൊക്കെ പറഞ്ഞപ്പോ പ്രമുഖരായിട്ടുള്ള പലരും വന്നിട്ട് അതിനെ ഈ രീതിയിലാണ് അവർ കമന്റ് ചെയ്തത്. പക്ഷെ ഇപ്പോ അവർക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു ശരിയായിരുന്നു അതെന്നുള്ളത്. കാരണം സഹല് പോയപ്പോൾ അതേപോലെ അങ്ങനെ ഇപ്പം വിനീത് തന്നെ പറയുന്നു, വിനീതിന് തന്നെ ഇവിടുന്ന് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ പ്ലേയേഴ്സിനെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഒരു രീതിയിലുമുള്ള ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാത്ത ഒരു മാനേജ്മെന്റ്. നമുക്ക് ഒരു ടീം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പ്ലേയേഴ്സിന് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട ടീമിനോട്. അപ്പോൾ ഒരു പ്ലെയറിന് ഒരു ടീമിനോട് കമ്മിറ്റ്മെന്റ് തോന്നണം എന്നുണ്ടെങ്കിൽ സോ അവൻ ആ ടീമിൽ നിലനിൽക്കുന്ന ഒരാളായിരിക്കണം. ഇത് വരുന്നു, അവൻ വന്ന് വൃത്തിക്കൊരു സീസൺ കളിക്കുന്നു, അപ്പൊ ആരെങ്കിലും നോട്ട് ഇട്ടെടുക്കാൻ അങ്ങ് വിൽക്കുന്നു. ഈ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ട രീതിക്കുള്ള ഒരു ക്ലബ് ഫിലോസഫി ഇല്ല. നമുക്ക് വേണ്ട രീതിക്കുള്ള ഒരു ടീമിനൊരു കെട്ടുറപ്പൊന്നും ഇല്ല. ഓരോ സീസണിലും ആരൊക്കെയോ വന്ന് കളിക്കുന്നു, ഓരോ സീസണിലും ഏതൊക്കെയോ മാനേജർമാർ വരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വർഷങ്ങളായിട്ടേ ഇവിടെയുണ്ട്. സോ അതിനൊക്കെ എതിരെയുള്ള സ്ട്രൈക്കാണിത്. അതല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു സീസൺ ഡൗൺ ആയി പോയതിന്റെ പേരിൽ, ഈ ഒരു സീസൺ നമ്മൾ ഒരുപാട് കളി തോറ്റതിന്റെ പേരിൽ ഒന്നും പൊട്ടിപ്പുറപ്പെട്ട ഒരു സ്ട്രൈക്ക് ഒന്നും അല്ല ഇത്. നമ്മൾ എത്രയോ വർഷങ്ങൾ ലോയലായി തന്നെ ഇരുന്നു. ഇതും ലോയലിറ്റി തന്നെയാണ്. നമ്മൾ ടീമിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രൈക്ക് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മൾ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഈ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാലോ, ഇത് ഇങ്ങനെയല്ല സ്ട്രൈക്ക് ചെയ്യേണ്ടത്, ഇതിന്റെ അപ്പുറം സ്ട്രൈക്കിലേക്ക് പോകണം. എന്റെ മുമ്പുള്ള വീഡിയോസ് കണ്ടാലേ അറിയാം, ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പൊ ചെൽസി ഒക്കെ സ്ട്രൈക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അവര് സ്റ്റേഡിയത്തിന് വെളിയിലുണ്ട്, കളി നടക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിന് വെളിയിൽ അവർ പ്ലക്കാർഡും പിടിച്ച് അവര് ഭയങ്കര വലിയ സ്ട്രൈക്ക് നടത്തുന്നുണ്ട്. അബിക്കൊക്കെ സ്റ്റേഡിയത്തിൽ വരികയാണെങ്കിൽ അവന്റെ വണ്ടി തടഞ്ഞു നിർത്തി അവന്റെ വണ്ടിക്ക് മുന്നിൽ വട്ടം നിന്ന് സ്ട്രൈക്ക് ചെയ്യണം, വിടരുത്, അവനവിടെ തടഞ്ഞു നിർത്തണം. അമ്മാതിരി സ്ട്രൈക്കുകളിലേക്ക് നമ്മൾ പോവേണ്ട സമയമാണിത്. അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഗാലറി പോയി ഉണ്ടായിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. സോ അപ്പോ നമ്മുടെ സ്ട്രൈക്കിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ടീമിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് തന്നെ കാരണം നമ്മുടെ സ്ട്രൈക്ക് തന്നെയാണ്. കാരണം നമ്മൾ മഞ്ഞപ്പട എല്ലാ രീതിയിലുമുള്ള, അല്ലെങ്കിൽ മഞ്ഞപ്പട ആയിക്കോട്ടെ മറ്റ് ഫാൻസ് വിങ്ങുകളായിക്കോട്ടെ, എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചപ്പോഴത്തേക്ക് ഇപ്പൊ പല ബ്രാൻഡുകളും, അതായത് അവരുടെ ബ്രാൻഡിനെ ഇതൊക്കെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്പോൺസേഴ്സ് പിന്മാറിയിരിക്കുന്നു. അതേപോലെ ടിക്കറ്റ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ മാനേജ്മെന്റിന് കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് മാനേജ്മെന്റിന് ഇങ്ങനെ പണി കിട്ടി തുടങ്ങി എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവര് തീർച്ചയായും ഇനി പണിയെടുക്കേണ്ടി വരും എന്നവർക്ക് മനസ്സിലാവുന്നു. ഫാൻസ് അടഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ അങ്ങനെ അവർ ആഷ്ലി ഇൻവെസ്റ്റ്മെന്റിനെ പോലെ ഒരു മാനേജറെ കൊണ്ടുവരുന്നു, അതേപോലെ 2 പുതിയ സൈനിങ്ങുകൾ കൊണ്ടുവരുന്നു, കാശ് കൊടുത്തുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു. അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പൊ നമ്മുടെ ടീമിൽ കാണുന്നുണ്ട്.
നമ്മുടെ ടീം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, 2-3 കളി പെർഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗാലറി ഫില്ല് ചെയ്യാനായിട്ട് എല്ലാവരും കൂടി തിരിച്ചു വരത്തൊന്നുമില്ല. നമുക്ക് കുറെ ഡിമാൻഡ്സ് ഉണ്ട്. ആ ഡിമാൻഡ്സുകൾ അവർ അംഗീകരിച്ചെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ്സുകളുമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ മാനേജ്മെന്റ് പ്രവർത്തിച്ചു തുടങ്ങി അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നു എന്ന് ഫാൻസിന് മനസ്സിലാവുന്ന സമയത്ത് എന്തായാലും ഫാൻസ് തിരിച്ചു വരും. അവരൊരിക്കലും ടീമിനെ ഇട്ടിട്ട് പോവില്ല. ടീമിനെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രൈക്ക് അല്ല ഇത്, ടീമിന് വേണ്ടിയിട്ടുള്ള സ്ട്രൈക്കാണ്. അവര് ഈ അബിക്ക്, കരോളിനസ്, നിഖില് എന്നൊക്കെ പറയുന്നത് അവര് ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. പക്ഷെ അവർക്ക് ബിസിനസ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഇത് ഫുട്ബോൾ ആണ് എന്നുള്ള കാര്യം കൂടി ഇവർ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഫുട്ബോളിൽ കുറച്ച് പാഷൻ കൂടി ആഡ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇപ്പോ പ്ലേയേഴ്സിനെ മേക്ക് ചെയ്ത് സെല്ല് ചെയ്യുന്ന ഒരുപാട് ക്ലബ്ബുകൾ നമുക്ക് ഇപ്പൊ ബറൂസിയ ഡോട്ട്മണ്ട് പോലെയുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ട്. സോ അവരൊക്കെ അല്ലെങ്കിൽ ഹാലൻഡിനെയൊക്കെ അവർ വിറ്റിട്ടുണ്ട്, അവര് ലെവൻഡോസ്കിനെ അവർ വിറ്റിട്ടുണ്ട്, സാൻചോനെ വിറ്റിട്ടുണ്ട്, ഹക്കീമിനെ വിറ്റിട്ടുണ്ട്, അങ്ങനെ പല ആളുകളെ അവർ വിറ്റിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ അവര് വിറ്റതെന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ നേരെ സ്പോർട്ടിംഗ് സിറ്റിയിലോട്ട് വിൽക്കുന്ന ആ ഒരു ഏർപ്പാടൊന്നും ആയിരുന്നില്ല. ഹാലൻഡ് പോയത് സിറ്റിയിലേക്കാണ്, ലെവൻഡോസ്കി ബൈനിലേക്കാണ് പോയത്. അങ്ങനെ ഓരോ പ്ലേയേഴ്സ്, ഇപ്പൊ സാൻചോ പോയത് യുണൈറ്റഡിലേക്കാണ്. അപ്പോൾ അവര് അതായത് അത് പ്ലേയേഴ്സിന്റെ കൂടെ താല്പര്യത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് എനിക്ക് എന്റെ കരിയർ കുറച്ചുകൂടി ബിൽഡ് ചെയ്യണം, സോ എനിക്ക് ഒരു ബെറ്റർ ക്ലബിലേക്ക് പോകണം എന്നൊക്കെയുള്ള അവരുടെ കൂടെ താല്പര്യത്തെ കൂടി എടുത്തുകൊണ്ടാണ് അവരെ സെല്ല് ചെയ്യുന്നതൊക്കെ. ഇവിടെ നമ്മുടെ പല പ്ലേയേഴ്സും, എനിക്ക് ഇപ്പോ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും കുറെ കള്ളത്തരങ്ങൾ ഇപ്പൊ പൊളിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാവും. സഹല് ഒരിക്കലും താല്പര്യത്തോടെ ആയിരിക്കില്ല ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. അസർ, ഐമൻ ഒരു താല്പര്യത്തിലും ആയിരിക്കില്ല ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. ഇപ്പൊ CK പറഞ്ഞു ആൾക്ക് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പോലും നിർത്തിയില്ല എന്ന് പറയുന്നു. അതേപോലെ ഡയസ് വാ തുറക്കുന്ന ഇവന്മാരുടെയൊക്കെ കുറ്റപ്പണി തീരാൻ പോവാണെന്നുള്ള ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ജസല് സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ ആളുകളും ഇവര് ലൂണാനെ എങ്ങനെ ഇത്രയും നാൾ ഇവിടെ നിർത്തി എന്നുള്ളത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോ CK പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊന്നും മനസ്സിലാക്കുക എല്ലാവരും. അപ്പൊ ആള് പറഞ്ഞത് ശരിയാണ്. ഇപ്പം ഞാൻ ഇപ്പൊ ചെൽസിയുടെ കാര്യം പറഞ്ഞു, അതേപോലെ ഞാൻ സാന്റോസിന്റെ മത്സരങ്ങൾ കാണാറുണ്ട്. ഇപ്പം നെയ്മർ കളിക്കുന്നത് കൊണ്ട് ഞാൻ സാന്റോസിന്റെ മത്സരങ്ങൾ കാണാറുണ്ട്. അവിടെ ഭയങ്കര വലിയ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. കാരണം സാന്റോസ് എല്ലാ മത്സരങ്ങളും ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുന്നു, ജയിക്കേണ്ട മത്സരങ്ങൾ ടൈ ആവുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയാണ് സാന്റോസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ സ്റ്റേഡിയം ഒക്കെ ഫില്ലാണ്. പക്ഷെ സ്റ്റേഡിയത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് പ്ലേയേഴ്സിനെ തന്നെ അവർ തെറി വിളിക്കുന്നുണ്ട്. അവര് ചാൻഡിങ്ങിനപ്പുറം കളിയൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്ക് പ്ലേയേഴ്സ് ഫാൻസിന്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റാത്ത രീതിക്ക് ഉള്ള കുറെ സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പല രീതിയിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അല്ല നമുക്കുള്ളത്. നമുക്ക് മാനേജ്മെന്റിനെതിരെ ഇനിയും നമ്മൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഈ ടീം ഒരു ഇല്ലാതായി പോകും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചെറുകിട ടീമായിട്ട് എല്ലാവരും ആർക്കും വന്ന് തട്ടിക്കളിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ എല്ലാ സീസൺ കഴിയുമ്പോഴും ടേബിളിൽ ഒരു റെലഗേറ്റ് ആവാതെ ഒരു 10-ലും താഴെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു ചെറിയ ടീമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്ന ഒരു പരിപാടിയായിരിക്കും പിന്നീട് അങ്ങോട്ടുണ്ടാകും. ഒരു കപ്പ് എന്നൊക്കെ പറയുന്നത് വെറും സ്വപ്നം മാത്രമായിരിക്കും നമുക്ക്. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ടീമിനെ ഈ മാനേജ്മെന്റ് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പക്ഷെ നമ്മുടെ ഫാൻസ് അതല്ല ഡിസേർവ് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള ഓരോ ക്ലബ്ബുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് കളി കാണാൻ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷെ കേരളത്തിൽ ആ ഒരു പ്രശ്നം ഇല്ല. അപ്പോ എന്നിട്ടും ഇത്രയും ഫാൻസ് ഉള്ള ഈ ഒരു ക്ലബ്ബ് ഇങ്ങനെ ഒരു പരിപാടിയാണോ ഡിസേർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫാൻസ് ഇതാണോ ഡിസേർവ് ചെയ്യുന്നത്? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. മാനേജ്മെന്റ് ഉണരേണ്ടിയിരിക്കുന്നു. അപ്പൊ അവരെ ഉണർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അവരെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സ്ട്രൈക്ക്. സോ അല്ലാതെ ടീമിനെതിരെയോ മറ്റൊന്നും അല്ല. സോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.